നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് ജംഗ്ഷനിലെ ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് ബേക്കറിയിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ടെ കണ്ടെത്തി. പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ചേർന്ന് കട അടപ്പിച്ചു. ചാലക്കുടിയിൽ ഊക്കൻ സ്പെയിൻ ഗോഡൌണിന് തീപിടിച്ചു. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ. പാലപ്പിള്ളിയിൽ വീടിനു നേരെ കാട്ടാനയുടെ പരാക്രമം. പാലാപ്പറമ്പിൽ ആസിയയുടെ വീടിന്റെ മുകളിലേക്ക് അടയ്ക്കാമരം തട്ടിയിട്ടു. ശക്തമായ മഴയിലും കാറ്റിലും ആമ്പല്ലൂരിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണു. ആമ്പല്ലൂർ ടൗണിൽ വൈദ്യുതി മുടങ്ങിയത് 22 മണിക്കൂർ. ഓട്ടോയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 14 ലിറ്റർ വിദേശ മദ്യവുമായി വരന്തരപ്പള്ളി സ്വദേശിയെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ തിങ്കളാഴ്ച രാവിലെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥ. തൃക്കൂർ പഞ്ചായത്തിന് സ്വന്തമായി കളിസ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. കല്ലൂർ ഭരതയിലുള്ള പ്രിയദർശിനി അംഗനവാടി പരിസരത്ത് നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ അപകട ഭീഷണിയാകുന്നു. വാർത്തകൾ വിശദമായി. പുതുക്കാട് ജംഗ്ഷനിലെ ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് ബേക്കറിയിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ടെ കണ്ടെത്തി. പുതുക്കാട് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ചേർന്ന് കട അടപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ പുതുക്കാട് കേരള ബാങ്കിലെ ഉദ്യോഗസ്ഥർ വാങ്ങിയ പരിപ്പുവടയിലാണ് തേരട്ടയെ കണ്ടെത്തിയത്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് നടപടി. പുതുക്കാട് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ, പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജേഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതുപ്രിയ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കഴിഞ്ഞ ആഴ്ച പുതുക്കാട് പ്രവർത്തിച്ചിരുന്ന കാന്താരി തട്ടുകടയിൽ നിന്നും യാത്രാ സംഘം വാങ്ങിയ മാംസാഹാരത്തിൽ പുഴുവിനെ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതരും തട്ടുകട പൂട്ടിച്ചിരുന്നു. അടിക്കടി മേഖലയിൽ ഇത്തരം സംഭവം ഉണ്ടാകുന്നതിനാൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന കർശനമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട പൂട്ടാൻ നിർദ്ദേശിച്ചിട്ടും ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് ബേക്കറി ഏറെ നേരം തുറന്നു പ്രവർത്തിച്ചതായി നാട്ടുകാർ ആരോപിച്ചു. ഈ സ്ഥാപനത്തിന് പഞ്ചായത്ത് ലൈസൻസ് അനുവദിച്ചിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു. ലൈസൻസോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ സ്ഥാപനം ഇനി തുറന്നു പ്രവർത്തിക്കില്ലെന്ന് പഞ്ചായത്ത് ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻ സ്പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, മാള എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന യൂണിറ്റുകളെത്തി 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കട ഉടമ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തീപിടിക്കുന്ന പെയിന്റും അനുബന്ധ ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്ന ഗോഡൌണിനാണ് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു. ഇതിനിടെ നാട്ടുകാർ ചാലക്കുടി പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും പോലീസും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. ഇതിനിടെ സ്ഥാപനത്തിന്റെ താഴത്തെ നിലയിലെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമവും നടത്തി. ഇത് തീപിടുത്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചു. ഇതിനിടെ പെയ്ത മഴയും തീ പടരുന്നത് കുറയ്ക്കാൻ സഹായിച്ചു. പിറകെ പുതുക്കാട്, മാള, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന യൂണിറ്റുകളും എത്തി. തൊട്ടടുത്തുള്ള ഗ്യാസ് ഗോഡൌണിലേക്ക് തീ പിടിക്കുമോ എന്ന ആശങ്കയും ഉടലെടുത്തു. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയതിനാൽ ആശങ്ക ഒഴിവായി. ഇതിനിടെ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും അഗ്നിരക്ഷാസേന സ്വീകരിച്ചു. ഒടുവിൽ 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് ചാലക്കുടി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. അതേസമയം കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകൂവെന്ന് അഗ്നിരക്ഷാസേന അറിയിച്ചു.
പാലപ്പിള്ളി ചെമ്പലങ്ങാട് നടാംപാടത്ത് വീടിനു നേരെ കാട്ടാനയുടെ പരാക്രമം. പാലാപ്പറമ്പിൽ ആസിയയുടെ വീടിന്റെ മുകളിലേക്ക് അടയ്ക്കാമരം തട്ടിയിട്ടു. ആസിയയുടെ പറമ്പിലെ കാർഷിക വിളകളും നശിപ്പിച്ചിട്ടുണ്ട്. സർവീസ് വയറും പൊട്ടിയ നിലയിലാണ്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. കാട്ടാനകൾ ഇവിടെ എത്തുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ശക്തമായ മഴയിലും കാറ്റിലും ആമ്പല്ലൂരിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണു. ആമ്പല്ലൂർ ടൌണിൽ വൈദ്യുതി മുടങ്ങിയത് 22 മണിക്കൂർ. മണലിക്കു സമീപം ഞായറാഴ്ച വൈകിട്ടാണ് മരം വീണത്. ഇതോടെ സമീപ പ്രദേശങ്ങളിൽ വൈദ്യുതി തടസ്സം നേരിട്ടു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിലച്ച മട്ടിലായിരുന്നു. ചില സ്ഥാപനങ്ങൾ ജനറേറ്റർ ഉപയോഗിച്ച് പ്രവർത്തിച്ചു. തിങ്കളാഴ്ച രാവിലെ പുതുക്കാട് KCB അധികൃതർ എത്തി ഏറെ പണിപ്പെട്ടാണ് മരം മുറിച്ചു നീക്കിയത്. തിങ്കളാഴ്ച വൈകിട്ടോടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. ഓട്ടോയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 14 ലിറ്റർ വിദേശ മദ്യവുമായി വരന്തരപ്പള്ളി സ്വദേശിയെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. വരന്തരപ്പള്ളി വടക്കുമുറി ചാലിപ്പറമ്പിൽ വീട്ടിൽ 52 വയസ്സുള്ള ഗിരീഷ് കുമാറിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഗിരീഷ് കുമാറിന്റെ ഓട്ടോറിക്ഷയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ തിങ്കളാഴ്ച രാവിലെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയായിരുന്നു. പുതുക്കാട് വരെ വാഹനനിര നീണ്ടു. ജോലിക്കായി പോകുന്നവർ അടക്കം നിരവധി യാത്രക്കാരാണ് യാത്രാ ദുരിതത്തിൽ വലഞ്ഞത്. ശക്തമായ മഴയും പെയ്തതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയായിരുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായി കളിസ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. DYFI കല്ലൂർ മേഖലാ സെക്രട്ടറി PS വിവേക് അധ്യക്ഷത വഹിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KS റോസൽരാജ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മിഥുൻ കൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം CA വൈശാഖ്, CPM തൃക്കൂർ ലോക്കൽ സെക്രട്ടറി VM സിനീഷ്, കപിൽ രാജ്, DYFI തൃക്കൂർ മേഖലാ സെക്രട്ടറി MV വിനീഷ് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ 4 വർഷമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന UDF ഭരണസമിതി യുവജനങ്ങളെ തീർത്തും അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സ്വന്തമായൊരു ഗ്രൌണ്ട് എന്നത് തൃക്കൂരിലെ യുവജനങ്ങളുടെയും കായിക പ്രേമികളുടെയും ആവശ്യം പഞ്ചായത്ത് അവഗണിക്കുകയാണെന്നും DYFI പ്രവർത്തകർ ആരോപിച്ചു. ഇവിടെ ഈ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ഇവിടുത്തെ യുവാക്കൾക്ക് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഒരു കളിസ്ഥലം ഈ നാടിൻ്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. നമ്മുടെ മറ്റെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതത് ഗ്രാമപഞ്ചായത്തുകൾ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഈ പുതുക്കാട് മണ്ഡലത്തിലും തൊട്ടപ്പുറത്ത് ഒല്ലൂർ മണ്ഡലത്തിലൊക്കെ അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് DYFIയുടെ നേതൃത്വത്തിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ മാർച്ചിൽ DYFI മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യവും പദ്ധതിയുമാണ് എല്ലാ വില്ലേജിലും ഒരു കളിസ്ഥലം എന്നത്. അതിനുവേണ്ടി പ്രത്യേകം ഫണ്ട് വിനിയോഗിക്കാനും അതുപോലെ തന്നെ കേരള ബഡ്ജറ്റിൽ ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലെല്ലാം ഫണ്ട് ലഭിക്കുന്നുണ്ട്. വലിയ തോതിൽ ലഹരിയുടെ വ്യാപനവും അരാജകത്വ പ്രവണതയുമായി യുവജനങ്ങൾ വഴിമാറി സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് കായിക മേഖലയെയും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയെയും പരിപോഷിക്കുന്നതിനായി കേരളത്തിനകത്തെ ഇടതുപക്ഷ സർക്കാരും നമ്മുടെ നാടിനകത്തെ വിവിധ സംഘടനകളും DYFI ഉൾപ്പെടെയുള്ള സംഘടനകളും വലിയ മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ തൃക്കൂർ പഞ്ചായത്ത് കല്ലൂർ ഭരതിയിലുള്ള പ്രിയദർശിനി അങ്കനവാടി പരിസരത്ത് നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ അപകട ഭീഷണിയാകുന്നു. കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ ഇവിടെ എത്തുന്ന കുരുന്നുകളുടെ മാതാപിതാക്കളുടെ നെഞ്ചിൽ ആദിയാണ്. പീച്ചി ഇറിഗേഷൻ കനാലിന് പരിസരത്താണ് പ്രിയദർശിനി അങ്കനവാടി കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. റോഡരികിൽ നിന്ന് താഴ്ചയിൽ നിലകൊള്ളുന്ന അങ്കണവാടിയിൽ പരിസര പ്രദേശത്തെ നിരവധി കുരുന്നുകൾ പഠിക്കാനെത്തുന്നുണ്ട്. അങ്കണവാടിയിലേക്കുള്ള വഴിയുടെ ഇരുവശത്തും കാട് പിടിച്ച നിലയിലാണ്. അങ്കണവാടിക്ക് പുറമെ 4 വീടുകളാണ് ഈ വഴിയിലുള്ളത്. വീതി കുറഞ്ഞ റോഡരികിലായി വലിയ ശിഖരങ്ങൾ പടർത്തി വളർന്നു നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ അപകട ഭീതിയാണ്. കാലവർഷത്തിൽ കാറ്റ് അപകടകാരിയായി മാറുമ്പോൾ ഏറെ ഭയപ്പാടോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്ന കുരുന്നുകളും മാതാപിതാക്കളും കടന്നു പോകുന്നത്. കനാലിന് സമീപത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനാൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ്. പ്രധാന പാതയിലെ വലിയ കയറ്റവും തകർന്ന റോഡും യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നു. ഇവിടെ ഏകദേശം ഒരു 10 കുട്ടികളെ പഠിക്കുന്നുണ്ട്. കനാലുമ വണ്ടികൾ തിരിക്കാനോ നിർത്താനോ സൈഡില്, അതുപോലെ കൂറ്റൻ മരങ്ങൾ നിൽക്കുക, അപകട ഭീഷണിയായിട്ട്
അതിലെ കാട്, മലമ്പാമ്പ് ഇങ്ങനെയുള്ള സംവിധാനം, റോഡിന് സൗകര്യങ്ങളില്ലേ, പാലടിഞ്ഞ് വീഴാറായി കിടക്കുന്നു. ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും പല പരാതികളും കൊടുത്തിട്ടും പഞ്ചായത്ത് അതിന് ബന്ധപ്പെട്ട ആൾക്കാർ ഇടപെടുന്നില്ല, അത് തിരിഞ്ഞു നോക്കണമില്ല. അപ്പൊ അതിനുള്ള മേൽ നടപടി എത്രയും പെട്ടെന്ന് നടത്തണം എന്നുള്ളൊരു അഭിപ്രായം കൂടി അയാൾ പറയണത്. അതെങ്ങനെ നടക്കുമെന്ന് നടത്തുന്നില്ല അറിയില്ലേ. അതൊന്നുകൂടി ഇതിൽ കൂടുതൽ വന്നാണ് നാട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നിൽക്കുന്ന മരങ്ങളതൊക്കെ. കനാൽ പരിസരത്ത് നിന്ന് പലതവണ മലമ്പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. നിരവധി കുരുന്നുകൾ പഠിക്കാനെത്തുന്ന അങ്കണവാടിയിലേക്കുള്ള കാട് പിടിച്ചു കിടക്കുന്ന വഴിയും പരിസരവും വൃത്തിയാക്കി യാത്ര സുരക്ഷിതമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇതൊരു കാനന പാതയല്ല. തൃക്കൂർ പഞ്ചായത്തിൽ ഭരതയിലുള്ള നിരവധി കുരുന്നുകൾ പഠിക്കുന്ന പ്രിയദർശിനി അംഗൻവാടിയിലേക്കുള്ള വഴിയാണിത്. ഈ വഴിയരികിൽ തലയ്ക്ക് മുകളിൽ ഭീഷണിയായി പടുകൂറ്റൻ മരങ്ങളുണ്ട്. പരിസരം കാട് പിടിച്ചു കിടക്കുകയാണ്. പാമ്പിന്റെ ശല്യമുണ്ട്. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും നടപടികൾ ഒന്നുമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ദുരന്തത്തിനിരയാകുന്നവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരം നൽകുന്ന സെക്ഷൻ 13 പുതിയ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞ നടപടി അത്യന്തം ക്രൂരമാണെന്ന് മന്ത്രി കെ രാജൻ. ആമ്പല്ലൂരിൽ നടന്ന CPI പുതുക്കാട് മണ്ഡലം സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ തുടക്കം മുതൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ ഇടപെട്ട കേരള ഹൈക്കോടതിയും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടയിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇക്കാര്യത്തിലുള്ള അംഗീകാരം തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള ഭേദഗതി പുറപ്പെടുവിച്ചത്. പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമായ സാഹചര്യത്തിലാണ് അതിനെ അട്ടിമറിക്കാൻ ഇത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവന്നതെന്ന് മന്ത്രി കെ രാജൻ ആരോപിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VS പ്രിൻസ്, ഷീല വിജയകുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി CU പ്രിയൻ, മണ്ഡലം സെക്രട്ടറി, PM നിക്സൺ, അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു. പുതുക്കാട് സ്വകാര്യ ബസ്സിന് പിറകിൽ കാറിടിച്ച് അപകടം. പുതുക്കാട് സ്വകാര്യ ബസ്സിന് പിറകിലേക്ക് കാർ ഇടിച്ചു കയറി. തിങ്കളാഴ്ച വൈകിട്ട് 5:45 അപകടം. കാറിലുണ്ടായിരുന്നവർ കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇരിങ്ങാലക്കുട പുതുക്കാട് ആമ്പല്ലൂർ കല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന CMOൾ എന്ന ബസ്സിന് പിറകിലാണ് കാർ ഇടിച്ചു കയറിയത്. സൈക്കിളിനു കുറുകെ നായ ചാടിയതിനെ തുടർന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പൊറത്തിശ്ശേരി സ്വദേശി 68 വയസ്സുള്ള പൌലോസാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മരിച്ചത്. അതിനിടെ കരുവന്നൂർ ബാങ്കിൽ നിന്നും ചികിത്സയ്ക്കായി നിക്ഷേപത്തുക ലഭിച്ചില്ലെന്ന പരാതിയുമായി വീട്ടുകാർ രംഗത്തെത്തി. 2024 ഓഗസ്റ്റ് 28-നായിരുന്നു അപകടം. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കടയിലേക്ക് രാവിലെ 7 മണിയോടെ വീട്ടിൽ നിന്ന് സൈക്കിളിൽ പോകുമ്പോഴാണ് അപകടം. സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ റോഡിലൂടെ പോവുകയായിരുന്ന പൗലോസിന്റെ സൈക്കിളിലേക്ക് എടുത്തു ചാടുകയും നിയന്ത്രണം വിട്ട് റോഡിൽ തലയടിച്ച് വീണതിനെ തുടർന്ന് അബോധാവസ്ഥയിലാവുകയും ആയിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം പിന്നീട് വീട്ടിലായിരുന്നു ചികിത്സ. ഞായറാഴ്ചയാണ് പൗലോസ് മരിച്ചത്. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപമുണ്ടായിരുന്നെങ്കിലും ചികിത്സയ്ക്ക് ആവശ്യമായ പണം ലഭിച്ചിരുന്നില്ലെന്ന് ഭാര്യ വെറോനിക്ക ആരോപിച്ചു. 10 വർഷം മുമ്പ് 4 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിന്റെ പൊറത്തിശ്ശേരി ശാഖയിൽ നിക്ഷേപിച്ചിരുന്നു. 50,000 രൂപയുടെ സ്ഥിര നിക്ഷേപവും ഉണ്ടായിരുന്നു. തൃശൂരിലെ ചികിത്സയ്ക്ക് 10 ലക്ഷത്തോളം രൂപ ചെലവായി. ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് എല്ലാ മാസവും ബാങ്കിൽ കത്ത് നൽകുമായിരുന്നെങ്കിലും 10,000-ഉം 20,000-ഉം ഒക്കെയാണ് കിട്ടിയിരുന്നത്. ചികിത്സയ്ക്ക് ഒരു മാസം 1.5 ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നിരുന്നത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചിട്ടും ഇപ്പോൾ 5 ലക്ഷം കടമായി. ബാങ്കിൽ നിന്ന് ഇനിയും 2.5 ലക്ഷത്തോളം കിട്ടാനുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബാങ്കിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ പണം കിട്ടിയില്ലെന്നും പൗലോസിന്റെ ഭാര്യ വെറോനിക്ക പറഞ്ഞു. എല്ലാ മാസവും ലെറ്റർ വയ്ക്കണം. ഞങ്ങളുടെ മുഴുവൻ പൈസ തരാൻ വേണ്ടി ഇന്ന് ലെറ്റർ വന്നിട്ട് ഇങ്ങനെ 10 അല്ലെങ്കിൽ 15 തരുന്നു. ഇപ്പൊ ഇതേ ഈ മാസം കഴിഞ്ഞ മാസം ലെറ്റർ വെച്ചു. കഴിഞ്ഞ മാസം 8-ാം തീയതി ഒരു 10 തന്നു. ലാസ്റ്റ് 28-ാം തീയതി ഒരു 10 തന്നു. പിന്നെ ഈ മാസം ലെറ്റർ കഴിഞ്ഞ മാസം വെച്ചിട്ടുണ്ട്.
ഞങ്ങളുടെ ഇനി ബാക്കിയുള്ള മുഴുവൻ പൈസയും തരണം. പകലോസാറിൻ്റെ ചികിത്സ സഹായത്തിന് പൈസയില്ല, ഞങ്ങൾക്ക് വേറെ കിട്ടാൻ വഴിയില്ല, അപ്പോൾ കടം മേടിച്ചിട്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും അവർ ഞാൻ വെള്ളിയാഴ്ച 13-ാം തീയതി വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ ആരും അടച്ചിട്ടില്ല, അടച്ചാൽ വിളിക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് എത്ര രൂപ ബാലൻസ് ഉണ്ടാവും കിട്ടാനായിട്ട്? 2.5 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടല്ലേ. നമുക്കിപ്പോൾ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കടബാധ്യതകൾ? 5-8 ലക്ഷം രൂപ കട. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ദീക്ഷാരം 2025 സംഘടിപ്പിച്ചു. കോളേജ് സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സഹൃദയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കോളേജ് പ്രൊട്ടക്ഷൻ ഫോറം പ്രതിനിധി, കൊടകര പോലീസ് സ്റ്റേഷൻ ASI ആഷ്ലി ജോൺ, റാഗിംഗ് വിരുദ്ധ ലഹരി വിരുദ്ധ ക്യാമ്പസുകൾ ഉണ്ടാക്കുന്നതിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് മോട്ടിവേഷണൽ സ്പീക്കർ പ്രവീൺ ചെറിയത്ത് നെക്സ്റ്റ് ജനറേഷൻ പ്രൊഫഷണൽസ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. കോളേജ് മാനുവലിന്റെ പ്രകാശനം മോൺസിഞ്ഞോർ നിർവഹിച്ചു. പ്രിൻസിപ്പൽ KL ജോയ്, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, വൈസ് പ്രിൻസിപ്പൽ K കരുണ, ഡീൻ ഓഫ് ഇന്റർനാഷണൽ അഫയേഴ്സ് പ്രൊഫസർ VJ തോമസ്, ഡീൻ ഓഫ് അക്കാഡമിക്സ് MB ഷീബ, ഡീൻ ഓഫ് സ്റ്റുഡന്റ് അഫയേഴ്സ് പ്രൊഫസർ J സനിൽ രാജ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഇതാണ്: എപ്പോഴാണോ എൻ്റെ മകള് എന്നോട് പറയുന്നത് അമ്മ എൻ്റെ കൂടെ വരണ്ട, അപ്പൻ എൻ്റെ കൂടെ വരണ്ട എന്ന് എൻ്റെ മകനും മകളും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ എൻ്റെ അച്ഛനും അമ്മേനും കൂടെ ഉണ്ടാവണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നവരാണ്. ഇതിപ്പം 1821 അല്ല സാർ, 1821 അല്ല, 18 years and 21, അതായത് ടീനേജ് പ്രായം കടന്നു, ഒട്ടും മെച്യൂർഡ് ആയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും സ്റ്റുഡൻസ് 18 കഴിഞ്ഞാൽ മെച്യൂർഡ് ആയെന്ന്, അങ്ങനെ തോന്നുന്നുണ്ടോ? യാത്ര എന്ന യാത്രികരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച യാത്രികം ത്രിദിന ഫോട്ടോ പ്രദർശനം സമാപിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വിജയികൾക്കുള്ള സമ്മാനങ്ങളും കാരിക്കേച്ചറിസ്റ്റും ചലച്ചിത്ര നടനുമായ ജയരാജ് വാര്യർ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ K വിജയരാഘവൻ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനത്തിൽ യാത്രാ കോർഡിനേറ്റർ K രാജൻ തലോർ ആമുഖ പ്രഭാഷണം നടത്തി. സാംബശിവൻ SP പിള്ള സ്മാരക പുരസ്കാരങ്ങൾ നേടിയ ജയരാജ് വാര്യരെ യോഗത്തിൽ ആദരിച്ചു. 300-ലധികം ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട് മുക്കം സ്വദേശി അനീഷ് മുത്തേരിയാണ് 5000 രൂപയുടെ ക്യാഷ് അവാർഡിന് അർഹനായത്. 2ാം സമ്മാനമായ 3000 രൂപയുടെ അവാർഡിന് കൊടകര സ്വദേശി രഞ്ജിത്ത് മാധവനും, 2000 രൂപയുടെ 3ാം സമ്മാനത്തിന് തളിക്കുളം സ്വദേശിനി CP ഷീജയും അർഹയായി. ജയരാജ് വാര്യർ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിജയികൾക്ക് നൽകി. മാധ്യമപ്രവർത്തകൻ MK കൃഷ്ണകുമാർ, കാർട്ടൂണിസ്റ്റ് MR ബാലചന്ദ്രൻ, മുൻ മേയർ K രാധാകൃഷ്ണൻ എന്നിവർ ജയരാജ് വാര്യരെ അനുമോദിച്ചു. ജനറൽ കൺവീനർ സുനിൽ കൈതവളപ്പിൽ, K സുധീർ കുമാർ എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും സ്വതന്ത്ര ഫെഡറേഷനുകളുടെയും സംയുക്ത സമിതി ജൂലൈ 9-ന് ദേശീയ തലത്തിൽ നടത്തുന്ന പ്രക്ഷോഭം വിജയിപ്പിക്കുന്നതിന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിച്ചു. കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും സ്വതന്ത്ര ഫെഡറേഷനുകളുടെയും സംയുക്ത സമിതി ജൂലൈ 9-ന് ദേശീയ തലത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന് മുന്നോടിയായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, KO പൊറിഞ്ചു, TA വേലായുധൻ, K സുകുമാരൻ, K സദാനന്ദൻ, P മനോജ് കുമാർ, K നന്ദകുമാർ, PV ശാരംഗതൻ, IR ബാലകൃഷ്ണൻ, ഫ്രാങ്കോ മഞ്ഞളി, ആനി പൊറിഞ്ചു എന്നിവർ പ്രസംഗിച്ചു. PFRDA നിയമം പിൻവലിക്കുക, പെൻഷൻ വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര പെൻഷൻ ഭേദഗതി നിയമം പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ദേശീയ പ്രക്ഷോഭം. തൃശൂർ AG's ഓഫീസിന് മുൻപിലാണ് ജൂലൈ 8-ന് രാവിലെ ഐക്യദാർഢ്യ പ്രക്ഷോഭം നടത്തുന്നത്. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ഗുജറാത്തിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്.
അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരു ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. ചൊവ്വാഴ്ച വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലെ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് യോഗ്യതയുള്ള സ്റ്റാഫ് നഴ്സുമാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. പ്രായപരിധി 40 വയസ്സ്. താൽപര്യമുള്ളവർ അപേക്ഷ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. അപേക്ഷകൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിലാസത്തിൽ ഇമെയിൽ മുഖേനയോ തപാലിലോ മെയ് 23 ഉച്ചയ്ക്ക് 1 മുൻപായി ലഭിക്കേണ്ടതാണ്. വിലാസം: സൂപ്രണ്ട്, പുതുക്കാട് താലൂക്ക് ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പുതുക്കാട്. ഇമെയിൽ വിലാസം: chsc.pudukkad@gmail.com. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9305 രൂപ, പവന് 74,440 രൂപ. കോടാലി കൊരേച്ചാൽ വെട്ടിയാട്ടിൽ അയ്യപ്പൻ ഭാര്യ പങ്കജാക്ഷി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുമാരൻ മകനും മിനി മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് ജംഗ്ഷനിലെ ഈറ്റ്സ് ആൻഡ് ട്രീറ്റ്സ് ബേക്കറിയിൽ നിന്നും വാങ്ങിയ പരിപ്പുവടയിൽ തേരട്ടെ കണ്ടെത്തി. പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ചേർന്ന് കട അടപ്പിച്ചു. ചാലക്കുടിയിൽ ഊക്കൻ സ്പെയിൻ ഗോഡൌണിന് തീപിടിച്ചു. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ. പാലപ്പിള്ളിയിൽ വീടിനു നേരെ കാട്ടാനയുടെ പരാക്രമം. പാലാപ്പറമ്പിൽ ആസിയയുടെ വീടിന്റെ മുകളിലേക്ക് അടയ്ക്കാമരം തട്ടിയിട്ടു. ശക്തമായ മഴയിലും കാറ്റിലും ആമ്പല്ലൂരിൽ വൈദ്യുതി ലൈനിലേക്ക് മരം വീണു. ആമ്പല്ലൂർ ടൗണിൽ വൈദ്യുതി മുടങ്ങിയത് 22 മണിക്കൂർ. ഓട്ടോയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 14 ലിറ്റർ വിദേശ മദ്യവുമായി വരന്തരപ്പള്ളി സ്വദേശിയെ ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ തിങ്കളാഴ്ച രാവിലെ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥ. തൃക്കൂർ പഞ്ചായത്തിന് സ്വന്തമായി കളിസ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. കല്ലൂർ ഭരതയിലുള്ള പ്രിയദർശിനി അംഗനവാടി പരിസരത്ത് നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ അപകട ഭീഷണിയാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.